തിരിച്ചറിയാൻ പറ്റുന്ന എന്തുണ്ട് സാറിന്? സീറ്റ് ബെൽറ്റ്, ഹാൻഡ് ബ്രേക്ക്, ഒരെണ്ണം കൂടെ ഉണ്ട്. സംഭവം അത് ഓട്ടോമാറ്റിക് ഓണും ഓഫും എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഇപ്പോഴത്തെ വണ്ടികൾക്ക് ഫ്യൂവൽ സേവിങ്ങിന് വേണ്ടിയിട്ട്. ഞാനത് ഓഫാക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ വണ്ടി ഐഡിൽ ആയാൽ ഉടനെ ഓഫായി പോകും. അതിന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. അത് നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. സാറ് ടെൻഷൻ ആകും ചിലപ്പോൾ. ഒരു ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഓഫാകുമ്പോൾ ഓഫായി എന്ന് വിചാരിച്ച് കാലെടുക്കും, വീണ്ടും അത് സ്റ്റാർട്ടാവും. ഇവിടെ കിട്ടിയാ അത് ടെൻഷനാക്കുന്ന പരിപാടി കൊണ്ടാണ് ഞാൻ ഓഫാക്കി വെച്ചത്. ഓക്കെയാണ്. ഫ്യൂവലിൻ്റെ ഏതാണെന്ന് സാറിനോട് ചോദിച്ചത് അവിടെ EUF എഴുതിയിരിക്കുന്നത് ഫ്യൂവലിൻ്റെ ആണെന്ന് അറിയിക്കാനാണ് ആ പടം അവിടെ ഉള്ളത്. അവിടെ ഒരു ആരോ മാർക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എവിടെയാണ് ഓപ്പണിംഗ് ലിഡ് ഉള്ളതെന്ന് അറിയാനോ. ഇത് ടെമ്പറേച്ചറിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല എഞ്ചിൻ്റെ ആ കൂളൻ്റ് കാണിച്ചു തന്നില്ല സാറേ, അത് ഈ മീറ്ററാണ് CUH. ആ ടെമ്പറേച്ചർ കാണിക്കുന്ന മീറ്ററിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം ഉണ്ടാവേണ്ട സെന്ററിൽ, ആ പടത്തിന് നേർക്ക്. അവിടുന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയാൽ ഓവർ ഹീറ്റാണ്. Hനടുത്തേക്ക് പോയാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 സെക്കൻഡിനുള്ളിൽ അത് നേരെ സെന്ററിൽ വരും. അതങ്ങനെ വരുള്ളൂ, ഒരിക്കലും അത് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് വരില്ല. അത് പോകുന്നെങ്കിൽ അങ്ങോട്ടേ പോവുള്ളൂ. വരാൻ പാടില്ല എന്നുള്ളതാണ്. അതെ, അതിനുമുമ്പ് നമ്മൾ വണ്ടി ഓഫ് ചെയ്യോ കൂൾ ചെയ്യോ എന്താന്ന് വെച്ചാൽ ചെയ്തോണം. വണ്ടിയുടെ ഇൻഡിക്കേറ്റർ അത് തന്നെ സാർ കൈ വെച്ചിരിക്കുന്നതല്ലേ, മുറുക്കി അത് ഒന്നുകൂടെ കിട്ടും. അപ്പോഴാണ് ഓണായത്. മറ്റേതൊരു 3 സെക്കൻഡേക്ക് ഒന്ന് ബ്ലിങ്ക് ചെയ്യത്തേ ഉള്ളൂ. ഇപ്പം ലെഫ്റ്റ് അതോ ഇപ്പം ഒരു 3 സെക്കൻഡിലേക്ക് അത് ബ്ലിങ്ക് ചെയ്യത്തേ ഉള്ളൂ. കണ്ട സാർ, വെറുതെ ഒന്ന് അനക്കിക്കുക, അതായത് ഇടണ്ട, വെറുതെ ഒന്ന് അനക്കിക്കുക ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക്. ഒരു 3 സെക്കൻഡ് ഉണ്ട്, അന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് അത് ഓഫ് ആവും. ലൈൻ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അത് പ്രോപ്പറായിട്ട് ഓൺ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഇത് ടാപ്പ് ചെയ്താൽ മതി അതിൽ. ഓക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം സാറേ? ഇത് ഞാൻ തിരിച്ചു വെച്ചതാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ മിറർ ഓക്കെയാണ്. രണ്ട് ഇതിന്റെ ഹാൻഡിലും കാണണ്ടേ? വേണ്ടെണ്ണം കാണണ്ട. വേണ്ട ഇത് വേണ്ട, ബാക്ക് കണ്ടാൽ മതി. ഇത് എന്തിനാ കാണുന്നത്? ഇത് സാറിന് ഇങ്ങനെ കാണാവുന്ന കാഴ്ചയുള്ളൂ. ഇതില് 2 ഹാൻഡിലും കാണുന്നുണ്ടോ സാർ? വേണേ എനിക്കറിയില്ല, സാറിന്റെ ഇഷ്ടമാണ്. സാറിന് അതങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ഹാൻഡിൽ കണ്ടാൽ മതി. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഡൗൺ ആയി പോകും മിറർ. ഇപ്പൊ നമ്മുടെ വണ്ടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് സാറിന് അവിടുത്തെ ഹാൻഡിൽ അവിടെ കാണാൻ പറ്റുന്നത്. കൂടുതൽ വ്യൂ അവിടെ കിട്ടുന്നത് അതുകൊണ്ടാണ്. വണ്ടി ഇങ്ങോട്ട് ചരിഞ്ഞാ കിടക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ അത് കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ വണ്ടി ഈ സൈഡ് സ്ലോപ്പ് ആയിട്ട് കിടക്കുക. നേരെ ആയാലും സാറിന് ഇവിടെ കാണാൻ പറ്റില്ല, കാരണം ഞാൻ ഇത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുറകിലേക്ക് കാണാനായിട്ടാണ് ഞാനത് അറേഞ്ച് ചെയ്തത്. കാരണം ഞാൻ ഓടിച്ചപ്പോൾ എൻ്റെ രീതിക്ക് അറേഞ്ച് ചെയ്തതാണ്. ഓക്കെയാണ്. ഈ മിററിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗത്ത്, ഈ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടി കണ്ടാൽ മതി. ഓക്കെ, പുറത്തുള്ള കാഴ്ചയായിരിക്കണം. അവിടെ അതുപോലെ തന്നെ ആയിരിക്കണം. ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടി ഉണ്ടാവണം, ബാക്കി ഔട്ട് സൈഡിലെ കാഴ്ചയായിരിക്കണം. ഓക്കെ അല്ലേ? ഡൗൺ ചെയ്ത് ഒരിക്കലും മിറർ വയ്ക്കണ്ട. മിനിമം ആ ഡോർ ഹാൻഡിൽ ഹൈറ്റ് എന്ന് വെച്ചാൽ മിനിമം ആ ഒരു ഹൈറ്റിലുള്ള സാധനങ്ങൾ പുറകിൽ വരത്തുള്ളൂ. അത് നമുക്ക് കാണാൻ പറ്റണം. ഓക്കെയാണ്. വണ്ടി ഇപ്പം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെല്ലാം മുന്നേ ഇൻഡിക്കേറ്റർ ഉണ്ടോ? അതിനെല്ലാം മുന്നേ വേറൊരു കാര്യം കൂടെ ചെയ്യണം സാർ. ഡ്രൈവാണോ റിവേഴ്സാണോ ഏത് സെലക്ട് ചെയ്യണ്ടേ? ശരി, അപ്പം അതിലോട്ട് മാറിക്കും. ഡ്രൈവ് ഓക്കെ അല്ലേ? ഇനി ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്ത് സാറേ, ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് സാറേ. ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു ഒച്ച കേൾക്കാതെ സാറൊന്ന് ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഓൺ ചെയ്ത് സാറേ. ഇന്നൊന്ന് ഓഫ് ചെയ്തേ. അങ്ങനെ അതാണ് പ്രോപ്പർ. ഒന്ന് ഓൺ ആക്കിയ സാർ, ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കെ, പോവാം. നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കും, ഓണാക്കി. ഇനി മുന്നിലേക്ക് നോക്കിക്കോണം. ബാക്ക് ഫ്രീ ആവുമ്പോൾ പയ്യെ ടേൺ ചെയ്ത് തന്നെ ഇറങ്ങണം. പയ്യെ ബ്രേക്ക് ഒന്ന് ഫ്രീ ആക്കി കൊടുക്കും. വന്നില്ലേ? അതുപോലെ നേരെ ആക്കി. ഓക്കെയാണ്. ഇനി മൂവ് ആകട്ടെ. ഇനി ഞാൻ പറയുന്ന സ്ഥലത്ത് സാറ് വണ്ടി ഒന്ന് ഒതുക്കി നിർത്തണേ കേട്ടോ. ഓട്ടെ. ആ ബൈക്ക് ഇരിക്കുന്നത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ട സാറേ? ആ പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ അയാൾ നടന്നു വരുന്ന സ്ഥലം കണ്ട? ആ ഗ്യാപ്പില് ഓട്ടെ.
സാർ വലത്തേക്ക് നോക്കി ടെൻഷൻ ആവണ്ട. ഇടതുവശം സാർ കറക്റ്റ് ചെയ്തു. വലതുവശം ഇപ്പം ഞാൻ നോക്കിക്കോളാം. അപ്പം നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക സാറേ. ആ അതെ സാർ. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. ഒരു ഇത്തിരിയെങ്കിൽ ഇത്തിരി ലെഫ്റ്റിലേക്ക് മാറണം. ആ അങ്ങനെ. ഓക്കെ. ഇനി ആ ലെഫ്റ്റിൽ കാണുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്ത് സാർ വണ്ടി നിർത്തണം. ഗ്യാപ്പ് കാണുന്നതനുസരിച്ച് ലെഫ്റ്റിലേക്ക് വണ്ടി അടുപ്പിച്ച് തന്നെ കൊണ്ടുപോകണം. ഓക്കെ. സാറിന് എത്ര മാക്സിമം ആയും തോന്നിയോ അതിനനുസരിച്ച് ഇനി ലെവൽ ചെയ്ത് കൊടുക്കും വണ്ടിയെ. ആ അങ്ങനെ തന്നെ. കാരണം ലെവലാകുന്നെന്ന് തോന്നുന്നിടത്ത് വണ്ടി നിർത്തണം. പിന്നെ മുന്നിലേക്ക് പോകരുത്. ഓക്കെയാണ്. ഏകദേശം ലെവലാണ്. അത് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന, ഇവിടെ ഇത്തിരി ഹൈറ്റും അവിടെ ഡൗണും ആണ്. ലെവലാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കും. ഓക്കെ അല്ലേ? പോരുത്, ധൃതി പിടിച്ചൊന്നും സാറ് പോകണ്ട. ബാക്ക് ഫ്രീ ആകുമ്പോൾ സാറ് മുന്നോട്ട് എടുത്താൽ മതി. ഓക്കെ അല്ലേ? പോട്ടെ, മുന്നിലേക്ക് നോക്ക് സാറേ. റോഡിലേക്ക് കറക്റ്റ് ചെയ്യും വണ്ടിയെ. കിട്ടിയില്ലേ? എളുപ്പം ലെവൽ ചെയ്യും. നമ്മുടെ സൈഡിലേക്ക് തന്നെ വരട്ടെ. ആ ആണോ? പോട്ടെ. റൈറ്റിലേക്ക് സാറ് നോക്കണ്ട. ലെഫ്റ്റ് സൈഡ് നോക്കി തിരിച്ചു കൊണ്ടുപോയിക്കും. ലെഫ്റ്റ് സൈഡ് സാറിന് ഓക്കെ എന്ന് തോന്നുന്ന ലെവലിൽ ഈ വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. റൈറ്റിലേക്ക് അങ്ങനെ ചേർക്കണോ? എന്തിനാ? വേണ്ട. നമ്മൾ ലെഫ്റ്റ് തന്നെ കീപ്പ് ചെയ്ത് തിരിയണം. ഈ സൈഡ് തന്നെ കീപ്പ് ചെയ്ത് തിരിയണം. നമ്മുടെ സൈഡ് ഇതല്ലേ സാറേ? കീപ്പ് ലെഫ്റ്റ് ആണല്ലോ നമുക്ക് റോഡിൽ. നമ്മൾ എങ്ങോട്ട് ചേൺ എടുത്താലും നമ്മുടെ സൈഡ് ചേഞ്ച് ചെയ്ത് തന്നെ വാ. ഒരുപാട് സ്പേസ് ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ പോട്ടെ. അങ്ങനെയൊക്കെ വരും. അത് സാറ് ഇവിടെ സ്പേസ് ഇട്ടിട്ടാ. ലെഫ്റ്റ് സൈഡിൽ സാറ് കൂടുതൽ സ്പേസ് ഇട്ട് വെച്ചാൽ അവിടെ കൂടെ ഒരാൾ കയറി വരും. വലത്തേക്ക് പോവാതെ ലെഫ്റ്റിൽ തന്നെ കീപ്പ് ചെയ്ത് സാർ കൊണ്ടുവന്നു. ലെഫ്റ്റിൽ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ. ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കും സാറിൻ്റെ. കയറി നിന്നു. സാറ് നല്ല മാന്യമായിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത്തിരി വലത്തോട്ട് മാറി കൊടുക്കണം. കാരണം ഇയാളെ തട്ടാത്തൊരകലം നമുക്ക് എടുക്കണം. ഈ ഓട്ടോറിക്ഷ തട്ടാത്ത കണ്ട. ഓക്കെയാണ്. വീണ്ടും നമ്മുടെ ഗ്യാപ്പ് വന്നു. ആ ഇനി പോട്ടെ. വീണ്ടും ലെഫ്റ്റിലൊരു സ്പേസ് ഇടരുത്. ലെഫ്റ്റിലൊരു അകലം എന്തെങ്കിലും തടസ്സം വരുന്നതിനനുസരിച്ച് മാത്രമേ അകലം എടുക്കാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും കവർ ചെയ്ത് വെച്ചോണം. അത് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും നമ്മൾ നമ്മുടെ സൈഡ് കവർ ചെയ്ത് വെച്ചോണം. നമുക്കൊരു ഇപ്പൊ സാറ് ഡീസെന്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. ഈ ബൈക്കിന് വേണ്ടി ഒരു സ്പേസ് കൊടുത്ത് ഇങ്ങനെ മാറി കൊടുക്കണം അവന് വേണ്ടി. പോട്ടെ. സാറിന്റെ ശ്രദ്ധ ഇപ്പോഴേ കൂടുതലും വലത്തോട്ടാ പോകുന്നത്. ആ ടേണിങ് വരുമ്പോൾ വലത്തോട്ട് ടേൺ ചെയ്യുമ്പോൾ സാർ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യാവുള്ളൂ. ഇവിടെ ഉള്ള സ്പേസിൽ കൂടെ സാർ തിരിയാവുള്ളൂ. സാർ അയാളെ കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കാതെ സാറിന്റെ ഫ്രണ്ട് വശം നോക്കാം.
പിന്നിലേക്ക് നോക്കണ്ട, ധൈര്യമായിട്ട് മുന്നിലേക്ക് നോക്കിക്കോ. ഇപ്പൊ ഈ ഓട്ടോയെ തട്ടാത്തൊരു സ്പേസ് എടുക്ക്. ഓക്കെ, നമുക്കത് കവർ ചെയ്യാം. അതിനെ ഞാൻ ആ റോഡിലേക്ക് ഇറങ്ങിയത്. തിരക്ക് പറഞ്ഞ വീതിയുള്ള റോഡിൽ കിട്ടുമ്പോൾ നമുക്കത് കവർ ചെയ്യാം. ലെഫ്റ്റ് അല്ലേ സാറേ? അതോ നേരെയും പോവാം. ലെഫ്റ്റിലേക്ക് പോകാമല്ലോ. ഇതല്ലേ സീക്കോട്ട്? ഇവിടെ ലെഫ്റ്റ് സൈഡിലൊന്നും ഒതുക്കി നിർത്തിക്കുക സാറേ. ഇതിൻ്റെ അവിടെ സിഡ്നിയുടെ അവിടെ, സിഡ്നി ഒപ്റ്റിക്കൽസ്, സിഡ്നി. ലെവൽ ചെയ്ത് നിർത്തിക്കുക സാർ. മാക്സിമം ബ്രേക്ക് ചെയ്ത് ലെവൽ ചെയ്യും. ബ്രേക്ക് ചെയ്തുകൊണ്ട് മാക്സിമം ലെവൽ ചെയ്യും. ഇല്ല നിർത്ത്, ബ്രേക്ക് ചെയ്ത് നിർത്ത്. കാലെടുക്കരുതേ, ന്യൂട്രലാക്കിയ സാറേ. ആക്കിയോ? ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യ സാറേ. ലെഫ്റ്റ് സൈഡിൽ സാറ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിന് വേണ്ടിയിട്ടാ, ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ഇപ്പം ഒന്ന് സാറൊന്ന് റിവേഴ്സ് ഗിയർ ഇട്ടേ വണ്ടി. ഇത്തിരി വലത്തോട്ട് മാറിയിട്ട് ഓക്കെയാണ്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓഫ് ചെയ്താ സാറേ. ഓഫ് ചെയ്താ ഓക്കെ. ഇവിടെ നിന്ന് ലെവൽ ചെയ്ത് നിർത്തണമെങ്കിൽ ഇനി എങ്ങോട്ട് മാറണം സാറൊന്ന് നോക്കും. അപ്പോൾ അങ്ങോട്ടൊരു ടേണിങ് കൊടുത്ത് സാർ. ഒരു ടേണിങ് കൊടുക്കും വണ്ടിക്ക്. കൊടുക്കും, ഇത്തിരി കൂടെ കൊടുക്കും. ആ പുല്ലിനോട് അരിക്കുക. ഓക്കെ ആണോ? ഒരിത്തിരി ബ്രേക്ക് ലൂസ് ചെയ്ത് സാറ്. ലൂസ് വരുന്ന കണ്ട ബ്രേക്ക് നിയർ ആകാൻ തുടങ്ങി. ഒരിത്തിരി കൂടെ ബാക്കിലേക്ക് കൊണ്ടുപോകാം. പൊട്ടിക്കും. ഒരുപാട് ആക്സിലേറ്റർ വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രേക്കിൽ പോവാം. നിർത്ത്. മാക്സിമം അരികിലായില്ല, ബ്രേക്ക് ചെയ്ത് പിടി. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ ഒരുപാട് സ്പേസ് കിടക്കുന്ന കണ്ട. ഇപ്പൊ അവിടെ അരികിലാക്കി, ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. അതായത് നമ്മുടെ ബാക്ക് വേണ്ട മാക്സിമം കോർണറായി, പക്ഷെ ഫ്രണ്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അതെടുക്കണമെങ്കില തിരിച്ചു, ഓപ്പോസിറ്റും കൂടെ തിരിച്ചു. ഓക്കെ ആണോ? ഇനി ഇത്തിരി പൊറോട്ട എടുത്ത് നോക്കി. ഇങ്ങനെയാണ് ഇത്തിരിയുടെ പൊറോട്ട നീക്കി. ഇപ്പൊ വേണ്ട, ഫ്രണ്ടും കൂടെ ഇത്തിരി ഫില്ലായി വരുന്നതായിട്ട് സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത്തിരിയുടെ എടുത്ത് നോക്ക്. കണ്ട ബ്രേക്ക്. ഓക്കെ, ന്യൂട്രലായിക്കോ സാറേ. ഇവിടെ സാറിന് ചരിവ് വന്ന എന്താന്ന് വെച്ചാല് സാറ് മാക്സിമം സൈഡ് എടുത്ത്, അപ്പൊ ഫ്രണ്ട് ആണ് മാക്സിമം അടുത്തത്. ഓക്കെ, ബാക്ക് വെളിയിൽ കിടക്കുകയായിരുന്നു. സാർ അത് ലെവൽ ചെയ്യാതെ വീണ്ടും മുന്നിലേക്ക് പോയി ലെവൽ ചെയ്യാന്നാ വിചാരിച്ചത്. നമുക്ക് ഏരിയ കുറവായിരുന്നു. ഓക്കെ, അപ്പൊ മുന്നിലേക്ക് അങ്ങനെയല്ല, അത് ചിലപ്പോ നടന്നില്ല എന്ന് വരും. അപ്പൊ ചെയ്യേണ്ടെന്ന് വെച്ചാൽ മാക്സിമം ഫ്രണ്ട് അടുപ്പിക്കുക. സാറിന് എവിടെ നിന്നാണോ ഒതുക്കാൻ പറ്റുന്നത് ആ സ്ഥലത്ത് മാക്സിമം ഫ്രണ്ട് ഒതുക്കുക. എന്നിട്ട് അവിടെ വെച്ച് ലെവൽ ചെയ്യണം വണ്ടിയെ. അവിടെ നിന്ന് ഒരു കർവ് കൊടുത്താൽ വണ്ടി കറക്റ്റായിട്ട് വന്ന് അവിടെ കയറി നേരെ കിടന്നോളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിർത്താൻ പറ്റും. പറ്റിയില്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് കുറച്ചുകൂടെ കൂടുതൽ തിരിച്ചിട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ലെവലാവുക ആ സ്ഥലത്ത്. ഓക്കെ അല്ലേ? അത് ഞാൻ ഇങ്ങനെ ഒരു വീതിയുള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഞാൻ സാറിനെ കാണിച്ചു തരാം. അപ്പോൾ സാറിന് അത് ബോധ്യമാവും. ഓക്കെ, ഇനി സാറിന് ഇടതുവശമല്ലേ പ്രശ്നം? ആണല്ലേ, യു ടേൺ അല്ലല്ലോ, അല്ല. ഇവിടുന്ന് ഇനി സാറ് സെൻറ്റർ ലൈനിലേക്കാണ് പോകേണ്ടത്. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ സാറ് സെൻറ്റർ ലൈനിൽ കയറി നിൽക്കണം. പയ്യെ സ്ലോ ചെയ്ത് ആ ബാക്കിലെ വണ്ടി ഒന്ന് ഫ്രീ ആകുന്നതനുസരിച്ച് ഇങ്ങനെ ഇത്തിരി സെൻറ്ററിലേക്ക് പിടിച്ചോണം. കണ്ട, ഒരുത്തം നിർത്തി തന്ന കണ്ട. അപ്പോൾ പൂർണ്ണമായിട്ട് സെൻറ്ററിൽ കയറിക്കോണം. ഇനി പോട്ടെ. ഇനി അവരെ നോക്കിയിരിക്കരുത് സാറ്. നേരെ മുൻഭാഗം ക്ലിയർ അല്ലേ? അങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോയിക്കോ. വട്ടം കറക്കണ്ട, നമുക്ക് ലെഫ്റ്റ് കിട്ടിയാൽ മതി. കണ്ട, ഓക്കെ അല്ലേ? ഇനി ഇതാ അവിടുന്ന് ഈ കിട്ടിയ വഴി കൂടെ മുന്നിൽ സാർ അവിടെ നോക്കണ്ട, ഈ കിട്ടിയ വഴി കൂടെ മുന്നിലേക്ക് പോട്ടെ. കണ്ട, ഇനി ലെഫ്റ്റ് മിറർ നോക്കി വണ്ടിയെ ലെഫ്റ്റിൽ എത്തിച്ചാൽ മതി. കണ്ട, പോട്ടെ. പോയിക്ക് ആള് നിർത്തി തരും. നമ്മൾ പകുതിയോളം കയറി. കണ്ട, പയ്യെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തോണ്ടിരുന്നോ ഇനി വണ്ടിയും കൊണ്ട്. ഓക്കെ ആണോ? വന്നോളൂ. ഓട്ടത്തിൽ സാർ അത് ലെവൽ ചെയ്ത് കൊടുത്തോണം. നിർത്തുമ്പോഴേ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുള്ളൂ. കിട്ടിയ വഴിയിൽ കൂടെ ഓടി ലെഫ്റ്റ് എടുത്തോണം.
ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെട്ടിക്കുന്നുണ്ട്, അത് വരാതെയും കൂടെ നോക്കിക്കോണം. ഈ സൈഡ് വണ്ടി ഇങ്ങനെ കാണുമ്പോഴേ സാർ ടെൻഷൻ അടിക്കണ്ട. സാറിന് തട്ടാത്ത ഡിസ്റ്റൻസ് എന്താണ്, ഈ കോർണർ അല്ല ഞാൻ ചോദിക്കാനല്ല, തട്ടാത്ത ഡിസ്റ്റൻസ് എന്താണെന്ന് സാറിന് അറിയാം. സാർ ഇത്രയും ട്രാഫിക്കിൽ കൂടെ കൊണ്ടുവന്നതും അങ്ങനെ തന്നെയാണ്. ആ വിശ്വാസത്തിൽ ഒരു സംശയമാണ്. അതിപ്പോൾ നിർത്തി തരാം. ഒന്ന് സ്ലോ ചെയ്താൽ സാർ വണ്ടി ഒന്ന് നിർത്തി, ഇവിടെ നിന്ന് എഡ്ജ് ചേർത്ത് നിർത്തിക്കാം. ആ എഡ്ജിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിൽ വണ്ടി ഒന്ന് നിർത്തിക്കാം. എഡ്ജിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിൽ എഡ്ജിനോട് അടുത്ത് നിൽക്കണം. ഞാൻ കാല് കുത്തുന്ന എഡ്ജിലായിരിക്കണം ആണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാർ അത് കറക്റ്റ് ആയാ? ഈ സ്റ്റിക്കർ സാർ ഒട്ടിച്ചിരിക്കുന്ന അതിനാണ്. മാക്സിമം സ്റ്റിക്കറിന് അടുത്തേക്ക് കൊണ്ടുപോയതിന് വന്നാ വന്നല്ലോ, ഉറപ്പല്ലേ? ഒരടി പിന്നെ ഞാൻ കുത്തുന്നത് ഇത് കണ്ട, ഒരടി അപ്പുറത്താ. പിടി കിട്ടിയാ? അത് നോക്കി ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലാണ് നമുക്ക് തടസ്സമുള്ളത്. ഫ്രണ്ടിലാണ് നമുക്ക് തടസ്സമുള്ളത്. ഇപ്പൊ ആ വണ്ടിക്കിട്ട് തട്ടാതെ പോകാനാണ് സാറ് നോക്കുന്നത്. അപ്പൊ ബാക്ക് നോക്കിയാൽ സ്പേസ് ഉണ്ടെന്ന് സാറിന് തോന്നും, പക്ഷെ ഫ്രണ്ട് ചെന്ന് ഇടിക്കും. അതായിട്ട് ഇടിക്കും. ആ കോർണർ ഇടിക്കാതിരിക്കാനാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. ഇപ്പൊ ആ കാറ് കിടക്കുന്നത് എങ്ങനെയാണ്? ആ കാറിന്റെ തള്ളി നിൽക്കുന്ന മിററാണ് പുറത്തേക്ക്. ആ മിറർ സാറിന് ഇതിന് വെളിയിലാക്കിക്കൊണ്ടിരിക്കണം സാർ മുന്നിലേക്ക് പോകും തോറും. ഇപ്പൊ വെളിയിലല്ലല്ലോ, അകത്തല്ലേ സാറ് കാണുന്നത്. അതിനർത്ഥം മുന്നോട്ട് ചെന്നാൽ അതായിട്ട് ഇടിക്കും ആണ്. അതായിട്ട് ചെന്ന് ഇടിക്കാൻ പോകുന്ന അർത്ഥം. ഓക്കെയാണ്. ഇനി സാറിന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ സാറിന് ഇന്നെടുത്തുനിന്ന് 1 ഇഞ്ച് കൂടെ സ്ഥലം കൂടുതൽ എടുത്തു. ഓക്കെയാണ്. സാറിന്റെ മനസ്സാണ് ഈ വണ്ടി ഓടിക്കുന്നത്. സാറിന് തട്ടുമെന്ന് തോന്നിയാൽ 1 ഇഞ്ച് കൂടെ കൂടുതൽ എടുത്തു. ഓക്കെയാണ്. അതിനെ തട്ടാമെന്ന് സാറിന് പാസ് ചെയ്തേ ആ വണ്ടിയുടെ അടുത്ത്. പോട്ടെ, വട്ടം കറക്കണ്ട ഒരിക്കലും. വട്ടം കറക്കരുത്. അത്രയും ദൂരത്താ വണ്ടി കിടക്കുന്നത്. അടുത്ത് എന്നിട്ട് മതിയോ? അല്ല, ഇവിടെ കൊണ്ടുപോവാ. അങ്ങനെ മുന്നിലേക്ക്. ഇതിന്റെ നേരെ മുന്നേ നമുക്ക് നിർത്താൻ പറ്റില്ല. കുറച്ചുകൂടെ മുന്നിലേക്ക് കയറട്ടെ. ഇങ്ങനെ അടിച്ചടിപ്പിച്ച് മുന്നിലേക്ക് നീങ്ങട്ടെ. നോക്കിക്ക, ഒരുപാട് അകലമാണ്. സാറ് പുറകെ നോക്കിയല്ലേ കണ്ടുപിടിക്കുന്നത്. മുൻവശം നോക്ക്. ആ സ്കൂട്ടറിന് അപ്പുറത്ത് ആ ബ്ലാക്ക് കാറിന്റെ പുറകിലായിട്ട് ഒരു സ്പേസ് കണ്ട, അവിടെ ഒതുക്കി നിർത്താനാ സാറിന് വണ്ടി. ഇനി ഇൻഡിക്കേറ്റർ ഇട ലെഫ്റ്റിലേക്ക്. ഓക്കെ, മുന്നിലേക്ക് തന്നെ ചെല്ലട്ടെ. ഇവിടുന്ന് പോകും തോറും വണ്ടി ആ സൈഡിലേക്ക് അടുപ്പിക്കും. കണ്ടാ? ഓക്കെയാണോ? ഇനി എഡ്ജ് അങ്ങനെ തന്നെ മുന്നിൽ നോക്കി തന്നെ എഡ്ജ് കണ്ടുപിടിക്കും. സ്കൂട്ടറിനെ തട്ടാത്ത അകലം സാർ എടുത്തു. ഇനി ആ വൈഡ് ചെയ്യരുത്. കണ്ടാ? തട്ടില്ല. അപ്പൊ വീണ്ടും അടുപ്പിക്കും. ഈ എഡ്ജിൽ ചേർക്കാവുന്ന അത്രയും മാത്രം ചേർന്നാ ഇനി ലെവൽ ഈ വണ്ടിയെ ലെവലായി തോന്നെടുത്ത് നിർത്തിയേക്ക്. പിന്നെ നീക്കരുത്. പിന്നെ നിർത്തിയിട്ട് സാറിന് കൺഫേം ചെയ്യാനാ ഇത് നേരെയാണോ അല്ലേന്ന് കൺഫേം ചെയ്യാനാ. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തോന്നിയ സ്ഥലത്ത് ലെവലായി തോന്നിയെടുത്ത് നിർത്തണം. എന്നിട്ട് ഒന്നുകൂടെ നോക്കി കൺഫേം ചെയ്തിട്ട് ഇനി അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യാം. ആ രീതിയിൽ നിർത്താനാ. ഇപ്പൊ സാറ് നിർത്തിയിരിക്കുന്ന കറക്റ്റായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതേ നോക്കിക്കും. കണ്ട കറക്റ്റ് എനിക്ക് കാല് വെച്ച് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമേ ഉള്ളൂ അവിടെ. അതായത് ഇതൊരു ഒബ്ജക്റ്റ് ആണ് ഈ കിടക്കുന്നതെങ്കിൽ അവിടെ മിറർ അതേ മുട്ടില്ല. സാറേ പോളത്ത് വിചാരിച്ചു. സാറിന് എന്നെ തട്ടുമെന്ന് തോന്നിയാൽ സാറോട് വണ്ടി നിർത്തിക്കോ. ഓക്കെ, സാറിന് പരീക്ഷിച്ച് നോക്കും. എന്നെ തട്ടുമെന്ന് തോന്നിയാൽ സാറിന് അവസാന നിമിഷവും നിർത്തിയിട്ട് മാറ്റാൻ വണ്ടി. പിടികിട്ടിയാ? റിവേഴ്സ് ഇട്ട് സാറ് കയറി വരുന്ന കാണുമ്പോഴേ സാറിന് ടെൻഷനുള്ള പോലെ എനിക്ക് തോന്നുന്നത്. ചുമ്മാ പുറകോട്ട് പോയിക്കും, ഒന്നും ചെയ്യണ്ട. നേരെ പുറകോട്ട് അവൻ മാറി
മാറിക്കോളൂ സാർ. പോട്ടെ 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 നോക്കിയോ ആ മതി. ഞാൻ അടുത്ത് വരുമ്പോഴേ അറിയാവുള്ളൂ. കാരണം എന്നെ തട്ടാൻ പറ്റുമോ. അകലോട്ടാ ഞാനുകൊണ്ട് അകലോട്ടെ കുറച്ചുകൂടെ അടിക്കും. അങ്ങനെ പിന്നെ അകത്ത് ഇനി എന്നെ ഇടിക്കില്ലേ വണ്ടി നിർത്ത്. ഈ സാറിന് അടുപ്പിക്കണേ കുറച്ചുകൂടെ അടുപ്പിച്ചു. ഇനി എന്നെ വണ്ടി ഇടിക്കില്ല. ഞാൻ ഇത്രയും പാസ് ചെയ്തില്ലേ. ഇനി എന്നെ ഈ വണ്ടി ഇടിക്കാൻ പോകുന്നില്ല. സാറ് കുറച്ചുകൂടെ വേണം അടുപ്പിച്ചു. ഫ്രണ്ടൊക്കെ ഇച്ചിരി അടുക്കുമ്പോൾ നേരെയാക്കിയാൽ മതി. ഇപ്പൊ കറക്റ്റാ വന്നത്. സാറിന് കുറച്ചുകൂടെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ. കുഴിക്കകത്ത് കിടക്കുന്നുണ്ട്. ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ട്. കാരണം അടുത്തെന്ന് തോന്നിയാൽ അവിടെ നിർത്തി നേരെയാക്കിക്കോ. ഇനി അന്ന് നിർത്ത്. എന്നിട്ട് നേരെയാക്കി വെച്ചു. എന്നിട്ട് ഒന്നുകൂടെ പാസ് ചെയ്യും. ഞാൻ സാറിൻ്റെ ഒപ്പം വരട്ടെ. അത്രയും പാസ് ചെയ്യും. പോട്ടെ പോട്ടെ കേട്ടോ. കുറെ കൂടെ ക്ലോസ് ആയിട്ട് വന്നില്ലേ. കാരണം കുറച്ചുകൂടെ സൈഡിലൊക്കെ എടുത്താൽ മതി. ദൂരെ വെച്ച് സാറിനെ കാണാം. അവിടെ വെച്ചേ സാറിനെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വെച്ച് സാറ് എന്നോട് മാക്സിമം അടുപ്പിച്ച് വേണം. ഓക്കെ. അടുത്ത് വരുമ്പോൾ സാറിന് അറിയാം എന്നെ തട്ടോ മുട്ടോ. അതിനനുസരിച്ച് മാറി കൊടുത്താൽ മതി എൻ്റെ അടുത്ത്. ഓക്കെ. മാറുന്നുണ്ടെന്ന് തോന്നിയാൽ പിന്നെ മാറ്റിക്കൊണ്ടേ ഇരിക്കരുത്. അടുത്ത് വരുന്നവരും തട്ടാതെ ആ ഒബ്ജക്റ്റ് മാറി നിൽക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ ക്ലോസ് ആകാതെ നോക്കിയാൽ മതി. സൈഡും ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. ഒരിക്കലും സാറിന് അടുത്ത് വന്നാൽ എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു കിട്ടിയ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സാറിന് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സാറിന് ടെൻഷൻ വരും. ദൂരെ വെച്ച് എന്നെ ടാർഗറ്റ് ചെയ്ത കാര്യമാണ്. എൻ്റെ അടുത്ത് അടുപ്പിക്കാവുന്ന ഇത്രയും ദൂരെ വെച്ച് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അകത്തുമ്പോൾ നീ അവിടെ വെച്ച് തന്നെ ഒരു ഇഞ്ചെങ്കിൽ ഒരു ഇഞ്ച് അകത്ത് വെച്ചിട്ട് വന്ന് നോക്കണം. ഞാൻ മാറുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെയല്ലേ. ഞാൻ തോന്നുന്നത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഓക്കെയാണോ. ഞാനിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കരുത് ഈ ക്ലാസ്സിൽ. ഞാൻ മൂവ് ആയിക്കൊണ്ടിരിക്കണം സാറ് വരും തോറും. പിടി കിട്ടിയാ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ എന്നെ വണ്ടി ഇടിക്കുകയാണ്. ഇടിക്കും. ഞാൻ മൂവ് ആകണം ഇങ്ങോട്ടേക്ക്. ഓക്കെയാണോ.